ആകെ അന്ന് എൻ്റെ പേഴ്സിലുള്ളത് 300 രൂപ നോട്ടാണ്. കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ വർഷങ്ങളും ട്വിസ്റ്റുകളുടെ ഒരു കാലഘട്ടമാണ്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിൽ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഒരു ഇന്റീരിയർ ഡിസൈനിങ് രംഗത്തേക്ക് വരാനുള്ള ഒരു ഡ്രൈവ് എന്തായിരുന്നു ശരിക്കും? അത് ഞാൻ മുമ്പ് പറഞ്ഞില്ല, കുറേയധികം പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഓൺടർപ്രണർഷിപ്പിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വാങ്ങിച്ച ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുവാണ്. ഒത്തിരി ആ ഒരു സിറ്റുവേഷൻ അത്ര ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പൈസയും കൂട്ടി വെച്ചിട്ട് ഓരോ രൂപയ്ക്കും നല്ല വിലയുണ്ട സമയത്ത് അപ്പോൾ അങ്ങനെ ചെയ്ത ഇൻറ്റീരിയർ ഡിസൈനിങ് അവരുടെ 3D ഒക്കെ കണ്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയില്ല. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞതിൽ 3 ഇരട്ടി അത് ഓവർഫ്ലോ ചെയ്തു പോയി. അതൊക്കെ ക്ഷമിച്ചു, ഒരു തരത്തിൽ അതൊക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഏത് ഫോമിൽ തന്നാലും ഞാൻ കഴിക്കും. ഈ മഷ്റൂം എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ കൃഷി ചെയ്തൊന്നും അല്ല കേട്ടോ. ഈ നമ്മുടെ വെറ്റേറിയൻ ഉണ്ടല്ലോ, അതായത് ഈ വാഷ് കൗണ്ടേഴ്സ്, അതിൻ്റെ ഡോസിൻ്റെ ഇടയിൽ നിന്നൊക്കെ മഷ്റൂം കിളുത്തു വരിക. ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. എസ്പെഷ്യലി ഈ വെറ്റ് ഏരിയാസിൽ നമ്മൾ കാർ കേസസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ WPC അല്ലെങ്കിൽ മൾട്ടിവുഡ് പോലെയുള്ള മെറ്റീരിയൽസാണ്. അവിടെ നമ്മൾ ലോ ക്വാളിറ്റി പ്ലൈ ഒക്കെ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാവാനായിട്ടും ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാനായിട്ടും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇന്നേരത്തെ എല്ലായിടത്തും കൊണ്ട് ഇത് ഉപയോഗിക്കണം എന്നല്ല. പ്ലൈ ഡെഫിനറ്റ്ലി 710 ഗ്രേഡിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്ലൈസ് നമുക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് വെറ്റ് ഏരിയാസിലാവരുത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ ഭയങ്കര ഡൗൺ ആക്കി. ഞാൻ അത്രയധികം ആഗ്രഹിച്ച് സ്ട്രഗിൾ ചെയ്ത് അതൊരു സ്വപ്നമായിട്ട് ചെയ്ത ഒരു സാധനമാണ് അട്ടർ ഫ്ലോപ്പാക്കി. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല ബിസിനസ്സിനെ പറ്റിയും ചിന്തിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ്, അങ്ങനെ പല പല മേഖലയിൽ, ബൊട്ടീക്ക്, അങ്ങനെയൊക്കെ പലത് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം. സ്ത്രീകൾ അധികം കടന്നു വരാത്തൊരു മേഖലയായിരിക്കണം. പിന്നെ ഒരു ഇൻറ്റീരിയർ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഐഡിയാസ് ഉള്ളത് ഒരു സ്ത്രീക്കാണ്. ഇപ്പോൾ ഞാൻ തിരിച്ച് ശ്രുതിയോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിന് അല്ലെങ്കിൽ റെസിപ്പീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്ത് സാധനങ്ങളാണ്? ഉപ്പ് എല്ലാത്തിനും വേണം. അതല്ലാതെ കേരളത്തിൻ്റെ ഒരു സ്റ്റൈലിൽ സ്പൈസസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസസ് കുക്ക് ചെയ്യാറില്ലെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഞാൻ പറയും, സ്പൈസസ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക? നമ്മൾ കുക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് ആ സ്പൈസസ് വെക്കാനുള്ള റാക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ് കുക്കിംഗ് ഈസി ആവുക. ഇതാർക്കാ അറിയാവുന്നത്? ഒരു സ്ത്രീക്കാണ് അറിയാവുക. ആ വീട്ടിലുള്ള തുണികൾ എത്രയാണ്, അതെവിടെയാണ് അറേഞ്ച് ചെയ്യണതിന് എന്തുമാത്രം സ്റ്റോറേജ് സ്പേസ് വേണം, അങ്ങനെയുള്ള റിക്വയർമെൻറ്റിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അറിവുള്ളത് സ്ത്രീകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റീരിയർ മേഖലകളിലേക്ക് സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിന് വേണ്ടത് 100% കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഫാക്ടറായിരുന്നു ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും കൂടുതൽ സ്ത്രീകളാണ് വർക്ക് ചെയ്യുക. ഇപ്പം ഒരു ക്ലയൻറ്റിൻ്റെ മീറ്റ് ചെയ്യാനായിട്ട് സൈറ്റ് വിസിറ്റിനൊക്കെ പോകുമ്പോൾ അവർ ഗ്രൂപ്പിൽ ഒരു ലേഡിയെങ്കിലും ഉണ്ടാവും. അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാടുള്ള ഒരു മേഖലയാണ് ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഈ ഒരു ഡെക്കേഡിൻ്റെ ഹാഫിലെത്തി നിൽക്കുന്ന സമയത്ത് ലുവേലയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയെക്കുറിച്ചും നല്ലൊരു ധാരണ മാമിനിപ്പോൾ ഉണ്ട്. ഒരു 10 വർഷം പുറകിലോട്ട് 2015 തൊട്ട് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ജോയ്സ് മേരി ആൻ്റണിയെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? ഈ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ വർഷങ്ങളും ട്വിസ്റ്റുകളുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇങ്ങനെ കൂളായിട്ട് പറഞ്ഞാലും അന്ന് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ 2019 ഹസ്ബൻഡ്, ഞങ്ങൾ 2013 വിവാഹിതരായി. 6 വർഷമാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ഒരു ദിവസം പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി നിന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയതാണ്. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പല ഫോൺ കോളുകൾ വന്നു, പല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് വന്നു. അവസാനം ഞാൻ എൻ്റെ 2 മക്കളെ ഓടിയെടുത്തിട്ട് തൊടുപുഴ ചാഴികാട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്നത് ICU ടേബിളിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരമാണ്. അത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പം അതൊരു വലിയ ട്രോമയാണ്. അപ്പോൾ അവിടെ മക്കളെന്ന് പറയുന്നത് തീരെ ചെറിയ കുട്ടികളാണ്. മോനന്ന് 1 വയസ്സ് പ്രായം, മോൾക്ക് 3.5 വയസ്സ്.
അപ്പോൾ ഈ സമയത്ത് അതൊരു ലൈഫിലൊരു ഫുൾ സ്റ്റോപ്പാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം. ഞങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഫാമിലി ലൈഫിലേക്ക് വരുമ്പം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സൊല്യൂഷൻ കാണുമായിരുന്നു. അപ്പോൾ ഒരു വളരെ സന്തോഷകരമായി പോയിരുന്ന ഒരു ജീവിതം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷം വളരെ തകർന്ന് അടിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. എങ്ങനെ മുമ്പോട്ട് ജീവിക്കണം എന്നറിയില്ല. അപ്പോൾ പിന്നീട് മനസ്സിലാക്കുന്നത്, അന്ന് വരെ ഞാൻ അത്ര കേട്ടിട്ട് പോലും ഇല്ലാത്ത എമൗണ്ടിൻ്റെ ബാധ്യത ബാങ്കിലുണ്ട്. ഇത് അദ്ദേഹം ബിസിനസ് മേഖലയിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും കംഫർട്ട് സോണിലാണല്ലോ സ്ത്രീകൾ എപ്പോഴും, എസ്പെഷ്യലി നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം കൂടുതലും സ്ത്രീകൾ സമ്പാദിക്കാൻ തുടങ്ങി. പക്ഷേ കൂടുതലും റെസ്പോൺസിബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ മേഖലയുടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആണുങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ്. ഇപ്പോൾ ചേഞ്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിരുന്നുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളെ പറ്റിയൊന്നും നമ്മളത്ര ഇൻവോൾവ് ആകാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന മേഖലയൊന്നും എനിക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് കിട്ടാനുള്ള ഫണ്ടുകളോ അതൊന്നും എനിക്ക് ലൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കേസുകളൊക്കെ നടത്തി നോക്കി, ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആകെ അന്ന് എൻ്റെ പേഴ്സിലുള്ളത് 300 രൂപ നോട്ടാണ്. 300 രൂപയാണ് അന്ന് എൻ്റെ പേഴ്സിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ മക്കൾക്ക് ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഭക്ഷണം വാങ്ങിക്കേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും മുമ്പിൽ കിട്ടുന്ന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ജോലിയും റിസൈൻ ചെയ്തിട്ടിരിക്കുക. മോനെ കൺസീവ് ആയ സമയത്ത് തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. ജോലിയില്ല, വരുമാനമില്ല, അന്ന് വരെ ഉണ്ടായിരുന്ന ഒരാളില്ല, ആരോടിത് ഷെയർ ചെയ്യാൻ പറ്റണില്ല. ഒരു പക്ഷേ ഇത്രയും ബാധ്യതയുണ്ടെന്ന് ഇപ്പോൾ അത് ഞാൻ പറയുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ, അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല അന്ന് ബാധ്യത ഉണ്ടായത്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു മരണമായിരുന്നു. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും വന്ന ഒരു വീഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ അത് പലരും അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി, അന്നേരം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരോട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ട് തോന്നുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് പലരോടും ഞാനത് ഷെയർ ചെയ്തില്ല. ഇപ്പോഴും ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികളായിട്ട് ഇപ്പോഴേ ഈ ഒരു സിറ്റുവേഷൻ വന്നല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, കുട്ടികൾ ചെറുതായതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്. സി ദേ ആർ ഓൾവേസ് അറൗണ്ട് മീ. അപ്പോൾ എനിക്ക് അവരൊന്ന് കരഞ്ഞിരിക്കാനായിട്ടുള്ളൊരു ടൈം അവർ തരുന്നില്ല. അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പലരും പറയും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഇത്രയുണ്ട്. സി അതെൻ്റെ വേറൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ശ്രുതിയുടെ മുമ്പിൽ വന്നിരിക്കില്ല. അതുകൊണ്ടാണ് ദറ്റ്സ് വൈ ലുവല്ല ബോൺ. അപ്പോൾ അതൊക്കെ സംഭവിച്ചത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിലും എനിക്കിപ്പോൾ ഒരു പരാതിയില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടേ പറ്റത്തുള്ളൂ. മക്കളെയായിട്ട് അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി കയറിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചത് നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയധികം എക്സ്പോഷർ ഉണ്ട്, പിന്നെ നമ്മളൊക്കെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എത്രയോ സാധാരണപ്പെട്ട സ്ത്രീകൾ ഇപ്പോൾ വാർത്തകളൊക്കെ എടുത്തു നോക്കി എന്തെല്ലാം കഥകളാണ് കാണുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിനെയൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് വരുന്ന എത്രയധികം സ്ത്രീകളുണ്ട്. അപ്പം പിന്നെ എനിക്കെന്തുകൊണ്ട് സാധിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പിന്നീട് ഈ ഫിനാൻഷ്യൽ ബാധ്യതകൾ മുഴുവൻ ഞാൻ ടേക്കപ്പ് ചെയ്തു. ആദ്യം ഞാൻ അന്ന് വീട് നഷ്ടപ്പെട്ടു. താമസിക്കാൻ വീടില്ല, 2 ചെറിയ പിള്ളേർ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ ഈ ഫ്ലാറ്റ് വാങ്ങിക്കണതിനെപ്പറ്റി ചിന്തിച്ച സമയത്ത് തന്നെ പലരും എന്നോട് പറഞ്ഞു, വേണ്ട അതിപ്പോൾ എടുക്കണ്ട, കാരണം ഇത്രയും ബാധ്യതയിൽ നിൽക്കുക, അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഷെൽട്ടർ വേണം, കാരണം അദ്ദേഹം തന്ന ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്നും ഇനി താഴേക്ക് പോകണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ ഡിസിഷന്. ഞാൻ ഒരു തരത്തിൽ അതിൻ്റെ അഡ്വാൻസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. സ്കൂളിൽ ഞാൻ റീജോയിൻ ചെയ്ത് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ലോൺ എടുത്തിട്ടാണ് അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ അദ്ദേഹം വിചാരിച്ചു എൻ്റെ ബാങ്കിൽ പൈസ ഉണ്ടാവുമെന്നാണ് കരുതിയത്. അപ്പം എന്തായാലും ആ തെറ്റിദ്ധാരണ നന്നായി. അപ്പോൾ ഞാനൊരു ധൈര്യത്തിന് പറഞ്ഞു ഒന്ന് പ്രോപ്പർട്ടി ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 സെൻറ്റ് ചെറിയ പ്ലോട്ടാണ്. അത് ഞാൻ 2 ലക്ഷം രൂപ സംഘടിപ്പിച്ച് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഏകദേശം എനിക്കൊന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പ്ലോട്ടൊന്ന് ക്ലിയർ ചെയ്തു, ഒരു കിണർ കുത്തി, വെള്ളം കിട്ടി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഡിഫറൻസിൽ ഞാനത് ഏകദേശം ഒരു 5 ലക്ഷം രൂപ മാർജിനിൽ ഞാൻ ആ പ്ലോട്ട് സെൽ ചെയ്തു. അവിടെ തന്നെ അടുത്ത പ്ലോട്ട് എടുത്തു. പിന്നെ 12 സെൻറ്റ് 40 സെൻറ്റ് അങ്ങനെ പ്ലോട്ടുകൾ എടുത്തു. പിന്നെ പതുക്കെ പിന്നെ നമ്മൾ തിരിച്ചറിയും എന്താണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്. സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. പിന്നെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ ജോലി ചെയ്ത സമയത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്കൂളിൽ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും വീണ്ടും വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ടോ അതൊക്കെ നോക്കി ക്ലാസ്സുകൾ എടുക്കാനായിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള പല ടോപ്പിക്കുകൾ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ വിശ്രമമില്ലാത്ത കുറേ ദിവസങ്ങളായിരുന്നു. കുറച്ച് മണിക്കൂറുകൾ മാത്രം ഉറങ്ങാൻ കിട്ടിയിരുന്നത്. അവിടെ നിന്ന് അതൊന്നും സഫിഷ്യൻ്റ് അല്ല എന്ന തോന്നലിൽ നിന്നാണ് ഒരു ബിസിനസ്
തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത വന്നത്. അങ്ങനെയാണ് ലുവല്ല എന്ന് പറയുന്ന സംരംഭത്തിന് രൂപം കൊടുക്കുന്നത്. ഇതാണ് 10 വർഷത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. 10 വർഷമൊന്നും ഇല്ല, 2019 തൊട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് സ്ത്രീകൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ സ്റ്റോറിയും. കാരണം ഒരു കാരണം കിട്ടിയാൽ അത് ഒരു റീസണായി കാണുന്ന ഒരു മുന്നോട്ട് വരാനൊരു ഭയമുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ നിങ്ങളെപ്പോലെ ആൾക്കാരെ കാണുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും മുന്നോട്ട് വരാനാണ് തോന്നുക, എസ്പെഷ്യലി ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക്. എല്ലാവരും ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നിരിക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള കാലിബർ ഉണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ക്രൈസിസ് വരുമ്പോഴാണ്. അപ്പോൾ അത് റിയലൈസ് ചെയ്ത് മുമ്പോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം തന്നിട്ടുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മളിലുണ്ടെന്നുള്ള വിശ്വാസമാണ്. ഓരോ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു ഏരിയാസാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ, എങ്ങനെയാണ് ലുവല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഈ ഹോട്ട് ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഡിസൈനിലും മെറ്റീരിയൽസിലും ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിൽ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ്സ്, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റർ ഷെയ്ഡ്സിലേക്ക് നമുക്ക് പോകാം. പിന്നെ അതുപോലെ ക്രോസ് വെന്റിലേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ വേണം അവിടെ ഉപയോഗിക്കാനായിട്ട്. തണുപ്പുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഹൈ റേഞ്ച് പോലെയുള്ള ഏരിയ, ഇപ്പോൾ ഞാൻ കട്ടപ്പന ഏരിയ, മൂന്നാർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കേർട്ടൻസിൽ കുറച്ചുകൂടെ ലെയേർഡ് ആയിട്ടുള്ള തിക്ക് കേർട്ടൻസ് കൊടുക്കാം, വാം ഷെയ്ഡ്സ് കൊണ്ടുവരാം. ഇങ്ങനെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ഡിസൈനും മെറ്റീരിയൽസിലും ചേഞ്ച് കൊണ്ടുവരാം. ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന നിലയിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? കാരണം നമ്മുടെ സൊസൈറ്റിയുടെ പ്രിജുഡീസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ഒരുപാട് തരണം ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. സോ ഹൗ ഡിഡ് യു മാനേജ് ദിസ്? ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, ഓരോ ഓൺട്രപ്രണർ സെൽഫ് ഒരുപാട് ചാലഞ്ചസിനെ ഓവർകം ചെയ്തു വരേണ്ടതാണ്. ഇപ്പം കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സംരംഭകർക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള മണ്ണല്ല. കാരണം അതിൻ്റെ ഇപ്പം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ഉൾപ്പെടെ പല പെർമിറ്റുകൾക്കും ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് നോർമലി അതൊരു ചാലഞ്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇനാഗുറേഷൻ കമ്പനിയുടെ ലോഞ്ചിങ്ങിൻ്റെ അന്ന് തന്നെ വലിയ ക്രൈസിസ് ആയിരുന്നു. പിന്നെ കോവിഡിൻ്റെ സമയത്താണ് അത് എൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ നമ്മളത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അന്ന് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അന്ന് തന്നെ നമ്മൾ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യണം, സെറ്റിങ്, ഫാക്ടറി ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് വലിയൊരു ക്രൈസിസാണ്. അപ്പോൾ ഈ ഒരു മേഖലയെ പറ്റി പഠിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് മുതൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഐ ടുക്ക് ഇറ്റ് അപ്പ്, ഇതെങ്ങനെയാലും നടത്തിയേ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒന്നുള്ളത് രാത്രിയിൽ ഒരുപാട് യാത്രകൾ വേണ്ട ഒരു മേഖലയാണ്. ഒരു സൈറ്റ് എറണാകുളത്താണെങ്കിലും മറ്റൊന്നുള്ളത് തിരുവനന്തപുരത്തായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഓടിയെത്തേണ്ടുന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പം നൈറ്റ് ട്രാവൽ ചെയ്യുക, ഇതൊക്കെ പക്ഷേ ഒരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഫാമിലി ടൈം മിസ്സാവുന്നു എന്നുള്ളതാണ്. ഒരു മറ്റൊരു രീതിയിലുള്ള മിസ്ബിഹേവിയറോ നമുക്കൊരു അൺകംഫർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസോ എൻ്റെ ലൈഫിൽ ദൈവം സഹായിച്ചത് വരെ ഉണ്ടായിട്ടില്ല. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചറും നിങ്ങളുടെ കമ്പനിയായ ലുവേലയുടെ ഫ്യൂച്ചറും എങ്ങനെയായിരിക്കും കാണുന്നത്? ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഫ്യൂച്ചർ ഉള്ളിടത്തോളം കാലം ലുവല്ല വെഞ്ചേഴ്സിന് ഡെഫിനറ്റ്ലി ഫ്യൂച്ചറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യാത്ത വീടുകളില്ല. ഏതൊരു സാധാരണക്കാരനും അപ്രാപ്യമായിട്ടുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇൻറ്റീരിയർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രെൻഡുകളും ഓരോ സമയത്തും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നമ്മുടെ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും റിക്വയർമെൻറ്റും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അവസരങ്ങൾ ഇങ്ങനെ ഒത്തിരി വിശാലമായിട്ട് തന്നെ കിടക്കുകയാണ്. ട്രെൻഡിനനുസരിച്ച് നമ്മുടെയും ഡിസൈൻസ് മാറും, മെറ്റീരിയൽസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അതിനൊപ്പം തന്നെ ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് ലുവല്ല വെഞ്ചേഴ്സും ഉണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ ഒരു വുമൺ ഓൺട്രപ്രണേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാനായിട്ടും കൂടി വി ഹാവ് ഡിസൈഡഡ്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിവിൽ മേഖലകളിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ആർക്കിടെക്ട് മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾ, ഡിസൈനിങ് പഠിച്ചിട്ടുള്ള കുട്ടികൾ, അപ്പോൾ ഇവരൊക്കെ പലരും ജോലി ഇല്ലാതെ കണ്ട് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഹോം മേക്കേഴ്സായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അവസരങ്ങളില്ലാതെ പോകുമ്പോൾ അത്തരത്തിൽ
കാലിബർ ഉള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടി നമ്മുടെ ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡൽ, ഒരു വനിതാ സംരംഭകരെ വളർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഡിസ്കഷനിലാണ്, അധികം താമസിയാതെ തന്നെ ലോഞ്ച് ചെയ്യും. എല്ലാം ഗംഭീരമാവട്ടെ, എല്ലാ വിശ്വസം. താങ്ക് യു. ഈ ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകളോടും എസ്പെഷ്യലി സ്ത്രീകളോടും മാമിന് പറയാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൂടുതൽ ക്രിയേറ്റീവ് ആകാനായിട്ട്, കൺവീനിയൻ്റ് ആയിട്ട് സ്പേസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു സെക്ടർ ഒരുപാട് അവസരങ്ങൾ ഫ്യൂച്ചറിൽ സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും ആ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അത് കണ്ടെത്തി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പം ഒരു പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ട്രൂ വാരിയർ നെവർ വറീസ് ഹിസ് ഫിയർ എന്നാണ് പറയുക. ചിലപ്പം ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക മേഖല സെലക്ട് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ നമുക്കൊരുപാട് ഭയങ്ങളുണ്ടാവാം. പക്ഷേ ഒരു പോരാളിയായിട്ട് തന്നെ മുമ്പോട്ട് പോവുക, ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റട്ടെ. അത് ഇൻറ്റീരിയർ മേഖല മാത്രമല്ല, ഏത് മേഖലയിലായാലും ഭയത്തെ മാറ്റി വയ്ക്കുക. ഭയം എന്ന് പറയുന്നത് ഒരു ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റിയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫോം ചെയ്തെടുക്കുന്ന ഒന്നാണ്. Forget about it. Proceed. ഓക്കെ. സോ മാമിന് ഈ സംരംഭത്തിന് എന്താ പറയുക, ഒരുപാട് ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. ലുവയിലേക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. മാമിൻ്റെ ഈ സ്റ്റോറി തന്നെ നാളെ ഒരു മാർക്കായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രുതിയോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളും വളരെ സന്തോഷമായിരുന്നു. താങ്ക് യു സോ മച്ച് ശ്രുതി. താങ്ക് യു മാം.